പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം തിരുലിഖിതം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആക്ട്സ് ചാപ്റ്റർ 16 verse 31. Believe in the Lord Jesus, you will be saved, you and your family. Believe in the Lord Jesus, you will be saved, you and your family. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരിക്കൽ പോലും ദൈവത്തെ വിളിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ച് ബോധ്യമില്ലാതിരുന്ന, വിശ്വാസത്തിൽ നിന്ന് ഒത്തിരി അകന്നു പോയ ഒരു ദൈവ പൈതൽ ഒരു നാൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചൊരനുഭവം അവർ പങ്കുവെക്കുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരം പള്ളിപ്പുറം CRP ഓഫീക്കാൻ വേണ്ടി വരുവാണ്. എനിക്ക് ജോലി പള്ളിപ്പുറം CRP വേണ്ടത്. ഞാൻ വലിയ ദൈവവിശ്വാസമൊന്നും ഇല്ലാത്ത വ്യക്തിയായിരുന്നു. എന്നാൽ എൻ്റെ പുറകെ അസുഖം കൂടി ഞാൻ മുടി തൊട്ട് നഖം വരെ, ഉച്ചി മുതൽ ഉള്ളംകാലെന്ന് പറയുന്ന പോലെ. അങ്ങനെ അസുഖത്തിൽ തുടർന്നിരിക്കുന്ന സമയത്ത് എൻ്റെ കുടുംബത്തിൽ 2 അറ്റാക്ക് നടന്ന് എൻ്റെ അപ്പച്ചനും ചേട്ടനും 2 വർഷത്തിനകം മരിച്ചു. സഡൻ ഡെത്ത് അറ്റാക്ക് വന്നു. അപ്പച്ചന് പള്ളി വെച്ച് വന്നു, പള്ളി വെച്ച് തന്നെ മരിച്ചു. ചേട്ടൻ രാത്രി ഉറങ്ങി കിടന്നു, ഉറക്കത്തിൽ മരിച്ചു, രാവിലെ കിട്ടി. 3-ാമത്തെ വർഷം 8 മാസം കഴിയുമ്പോൾ എനിക്കും വന്നു. ക്യാമ്പ് വെച്ച് തന്നെ വന്നു. ചായ കുടിച്ചുകൊണ്ടെന്ന് നെഞ്ചുവേദന വന്നു, ആശുപത്രി കൊണ്ടുപോയി. എനിക്ക് ബ്ലോക്കായ റൈറ്റ് ബണ്ടൽ ബ്രാഞ്ച് ബ്ലോക്ക് എന്ന് പറയുന്നത് മെഡിക്കലിൽ, അതായത് ജന്മനാ ഉള്ള അസുഖമാണ്. ഡോക്ടർമാർ വിധി എഴുതി, അതിന് ഓപ്പറേഷനും കാര്യങ്ങളും ആൻജിയോപ്ലാസ്റ്റൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് 8 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും തല കറങ്ങി താഴെ വീണ് നാക്ക് കുഴഞ്ഞ്. അപ്പം എന്നെ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ശ്രീചിത്ര തിരുവനന്തപുരത്ത് എൻ്റെ പൂർണ്ണമായ എല്ലാ ടെസ്റ്റുകളും നടത്തി. പല ടെസ്റ്റുകളും നടത്തിയിട്ട് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് അവർ RMRI ചെയ്ത് അവരെൻ്റെ അസുഖം കണ്ടുപിടിച്ചു. റിലേഷൻ, അതായത് കുടുംബപരമായ അസുഖമാണെന്ന്, അത് പാരമ്പര്യ രോഗമാണെന്ന് അവർ കണ്ടുപിടിച്ചു. അപ്പച്ചനും ചേട്ടനും മരിച്ചിട്ട് 3 വർഷം ആയിട്ടില്ല. അപ്പം എൻ്റെ അസുഖത്തിൻ്റെ മെയിൻ കാരണം ജന്മനാ വന്ന ബ്ലോക്ക് ആയതുകൊണ്ട് അന്ന് തൊട്ട് ഹാർട്ടിന് നല്ലപോലെ ബ്ലഡ് കിട്ടാഞ്ഞതുകൊണ്ട് ഈ ഹാർട്ടിന് പവറില്ല. അതാണ് എൻ്റെ അസുഖം, ഹാർട്ടിന് പവറില്ല. അതിനവർ ചെക്കപ്പ് നടത്തി 65,000 രൂപ ടെസ്റ്റ് നടത്തിയപ്പം ഇലക്ട്രോണിക് പേസ് മേക്കർ വെക്കാൻ അവർ ഡീറ്റെയിൽ ചെയ്തു. അപ്പോൾ എൻ്റെ 14 ലക്ഷം രൂപ ഇതിന് ചിലവാകും, ഇലക്ട്രോണിക് പേസ് മേക്കറിന്. അങ്ങനെ ഞാൻ നീട്ടിക്കൊണ്ട് പോകും, ഓരോ കാരണം പറഞ്ഞ് വീട്ടുകാർ നിർബന്ധിക്കുന്നുണ്ട് വെക്കുന്നു. അപ്പോൾ തൊട്ട് എനിക്ക് കുറച്ച് ദൈവത്തിൽ വിശ്വാസവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഇടവ പള്ളിയിലും ദാനിയൽ പൂവണിലെ ചർച്ചിൻ്റെ ധ്യാനമുണ്ട്, ഞാൻ അതിനൊക്കെ പങ്കെടുക്കും. അങ്ങനെ സമയത്താണ് അഭിഷേകാഗ്നി കൺവെൻഷൻ 2014 ജനുവരിയിൽ തിരുവനന്തപുരം അനന്തപുരി അഭിഷേകാഗ്നി കൺവെൻഷൻ അല്ലേ, ബഹുമാനോട് വട്ടായിലച്ചൻ നടത്തിയ ആ സമയത്താണ്. വലിയ വിശ്വാസമൊന്നുമില്ലെങ്കിലും രോഗങ്ങളൊക്കെ പിടികൂടിയപ്പോൾ പിന്നെ രക്ഷയില്ലാതായി. അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി അഭിഷേകാഗ്നി കൺവെൻഷൻ അദ്ദേഹം പോയി. ഞാൻ ലീവ് എടുത്ത് 5 ദിവസം ബന്ധപ്പെട്ടു. ഏറ്റവും മുന്നേ തന്നെ നേരത്തെ വന്ന് സീറ്റ് പിടിച്ചിട്ടു. അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടു. അന്ന് ഇവിടെ എഴുതിയിരുന്നൊരു വാചകമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാനതിൽ പൂർണ്ണമായി വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. ഇതിനിടയ്ക്ക് വേറെ സംഭവം നടന്നു. എൻ്റെ ശ്രീധര ഡോക്ടർമാർ പറഞ്ഞു, ഇത് കുടുംബപരമായ അസുഖമായതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഇത് കാണാൻ ചാൻസ് ഉണ്ട്, നിങ്ങളുടെ മക്കളെയും ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 2 പെൺകുട്ടികളാണ്. ഇപ്പോൾ 20ഉം 18ഉം വയസ്സുള്ള 2 കുട്ടികൾ. അന്ന് അവർക്ക് 16ഉം 18ഉം വയസ്സായിരുന്നു. അങ്ങനെ ശ്രീധര 2 മക്കളെയും ചെക്കപ്പിന് വിധേയമാക്കി. എൻ്റെ 2ാമത്തെ മോൾക്ക് LBB ലെഫ്റ്റ് ബണ്ടൽ ബ്രാഞ്ച് ബ്ലോക്ക് തെളിഞ്ഞു. അങ്ങനെ തെളിഞ്ഞു. അവർ ECG എടുത്തു, എക്കോ എടുത്തു, മോൾക്ക് ആ അസുഖം സ്ഥിരീകരിച്ചു. അപ്പോൾ എൻ്റെ അതേ അസുഖം തന്നെ മോൾക്കുണ്ടായിരുന്നു. പല പ്രാവശ്യം എനിക്ക് മനസ്സിൽ സംശയം ഉണ്ടായിരുന്നു. ഞാൻ കൊച്ചിലെ തലകറങ്ങി വീഴുകയും ഓടുമ്പോൾ കണ്ണിലിരുട്ട് കയറി താഴെ വീഴുകയും നടക്കാൻ ബുദ്ധിമുട്ട്, ക്ഷീണം, കുറച്ച് നേരം സംസാരിക്കുമ്പോൾ നാക്ക് വഴിയുക, ഇതായിരുന്നു എൻ്റെ അസുഖം. അപ്പോൾ മോൾക്ക് നാക്ക് വഴിയാത്ത ബാക്കി എല്ലാ അസുഖങ്ങളും ഉണ്ടായിരുന്നു. അവിടെ പ്രായത്തിൻ്റെ ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അന്ന് അവൾ തലകറങ്ങി വീണിട്ടുണ്ട്, ക്ഷീണമുണ്ട്, പല അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. കാരണം മോൾക്ക് ഇത് ഡിസംബറിലാണ് സംഭവം. മോൾക്ക് മാർച്ച് ഏപ്രിൽ എക്സാമാണ്
SLC ലാസ്റ്റ് ഇയർ, അല്ല SLC പഠിച്ചുകൊണ്ടിരിക്കുക അവൾ. അപ്പോൾ ലാസ്റ്റ് പരീക്ഷ സമയമായതുകൊണ്ട് ഹോസ്പിറ്റലിൽ തുടർന്നുള്ള ചെക്കപ്പിനോ കാര്യത്തിനോ ഒന്നും പറയാൻ ഞങ്ങൾക്ക് ഒരു സമയവുമില്ല. അതല്ല, അവളോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടില്ല, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവളിപ്പോൾ പറയേണ്ടത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജനുവരിയിൽ അച്ഛൻ്റെ ഈ കൺവെൻഷൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ വളരെയേറെ പ്രാർത്ഥിച്ച് ഈ കൺവെൻഷൻ ഞങ്ങൾ 4 പേരും 5 ദിവസവും വളരെ കണ്ണീരോടും പ്രാർത്ഥനയോടും കൂടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ മോളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആർട്ടിൻ്റെ അസുഖം മാറാനായിട്ട് നീ പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങൾ 3 അവളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ CRPFിലെ ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട് അവളോട് പറയരുത്, അവളോട് പറഞ്ഞാൽ അവൾക്ക് വിഷമമാകും, പഠിത്തത്തെ ബാധിക്കും, 10ാം ക്ലാസ് അല്ലയോ, പരീക്ഷയെ ബാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവളോട് പറയാതെ ഞങ്ങൾ അവളോട് പറഞ്ഞു, നീ ഈ എൻ്റെ അസുഖം മാറാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ 4 പേരും ചെയിൻ സിസ്റ്റത്തിൽ കൈ പിടിച്ച് ഉയർത്തി പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു 14 പേരുടെയായി ഹാർട്ടിൻ്റെ അസുഖം കർത്താവ് സുഖപ്പെടുത്തുന്നു കാണുന്നു. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു, എൻ്റെ മോളുടെ അസുഖം മാറണം, കുട്ടിയാണ്, പെൺകുട്ടിയാണ്. അത് കഴിഞ്ഞ് 15 ദിവസം കഴിയുമ്പോൾ അവൾക്ക് റീചെക്കപ്പിന് സമയമായിരുന്നു. ഞങ്ങൾ ശ്രീത്രയെ കൊണ്ട് ടെസ്റ്റ് ചെയ്തു, റീചെക്കപ്പ് നടത്തി. റീചെക്കപ്പ് നടത്തി അവൾക്ക് അങ്ങനെ ഒരു അസുഖമേ ഇല്ല. ആ കുട്ടിക്ക് അങ്ങനെ ഒരു അസുഖമേ ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാരമ്പര്യ രോഗമാണ്. ആ കുട്ടിക്ക് ആ രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിച്ച് ആ 5 ദിവസങ്ങളിലും ഒരു വിശ്വാസത്തോടുകൂടി കുടുംബസമേതം പ്രാർത്ഥിച്ചു. രണ്ടാമത് പോയി റീടെസ്റ്റ് ചെയ്യുമ്പം അതേ ഹോസ്പിറ്റലിൽ പറയാണ് ആ കുട്ടിക്ക് ഒരു അസുഖമില്ല. അപ്പോൾ തൃശ്ശൂരുകാരനൊരു ഡോക്ടറായിരുന്നു എന്നെ നോക്കുന്നത്. ആ ഡോക്ടർ തന്നെ മോളെ നോക്കി. ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ അമൃതയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ട്രീറ്റ് ചെയ്തു? അങ്ങനെ വിശ്വാസമില്ല, പറഞ്ഞിട്ട് വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, ഇതുപോലെ അഭിഷേകത്തിന് വട്ടയച്ചൻ്റെ ഞങ്ങൾ ധ്യാനം കൂടി. അപ്പോൾ അയാൾ പറഞ്ഞു വിശ്വാസമൊക്കെ നല്ല, എന്നാലും മോളെ ശ്രദ്ധിച്ചു വന്നു. ഞങ്ങൾ പിന്നെ കഴിഞ്ഞ് CRPയുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് അവളെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ എൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ട് ECG എക്കോ എല്ലാം എടുത്തു. അങ്ങനെ അവൾക്കൊരു അസുഖമില്ല, യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ എനിക്ക് 35% ഹാർട്ടിന് പവറുള്ളായിരുന്നു. എനിക്ക് സംസാരിക്കത്തില്ല, ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കും നാക്ക് കുഴയും, തുപ്പൽ പറഞ്ഞ് ഞാൻ ഒന്നി താഴെ ഇരിക്കും, അല്ലെങ്കിൽ എവിടെയും പിടിക്കും, അല്ലെ താഴെ വീഴും. അങ്ങനെ ഇരുന്ന് എനിക്ക് 4 മാസം കഴിഞ്ഞ് എൻ്റെ റീചെക്കപ്പ് സമയമായിരുന്നു. ഞാൻ പോയി നോക്കിയപ്പോൾ എനിക്ക് 85% ഹാർട്ടിന് പവർ. ആ ഹൃദയത്തെ പവർ 35% ആ കൺവെൻഷനിൽ പങ്കെടുത്ത് പിന്നീട് റീചെക്ക് ചെയ്യുമ്പം 85% ദൈവമെടുത്ത് ഉയർത്തി. ഇപ്പം ഞാൻ തീരുമാനമെടുത്തേക്കോ, ഞാൻ പേസ് മേക്കർ എൻ്റെ ശരീരത്തിൽ വെക്കില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ഈ ഗേറ്റിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ദിവസം 7 ഗുളികയായിരുന്നു ഒരു നേരം. ആദ്യത്തെ ചെക്കപ്പിന് ഒരു നേരം 7 ഗുളിക, 21 ഗുളിക ഡെയിലി കഴിക്കണമായിരുന്നു ഹാർട്ടിന് പവർ കിട്ടാനായിട്ട്. അപ്പം ഈ കൺവെൻഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഡോക്ടർ കുറച്ച് 4 ആക്കി. ഇപ്പം ഞാൻ ഡെയിലി 4 ഗുളിക ഒരു നേരം കഴിക്കുന്നുള്ളായിരുന്നു. ഞാൻ ഈ ഗേറ്റിൽ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് ഒരു ഗുളികയും തൊടത്തില്ല. എൻ്റെ ബാഗ് നിങ്ങൾ പോയി പരിശോധിച്ചറിയാം, ഇത്രയും ഗുളികയായിട്ട് ഞാൻ വന്നേ. ഞാൻ ഒറ്റ ഗുളിക പോലും ഈ ക്യാമ്പിൽ കയറിയ പിന്നെ എടുത്തിട്ടില്ല ഇതുവരെ. അനശ്വരമായ ഭജനമതി അതിശയമായി നടത്തിയിടുന്നു. അനശ്വരമായ ഭജനമതി അതിശയമായി നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എത്രയോ വലിയ ഒരു അത്ഭുതമാണ് യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ പിതാവായ ദൈവം ഈ ഭവനത്തിൽ, ഈ കുടുംബത്തിൽ ചെയ്തത്. ആ കുടുംബം മുഴുവനും അഭിഷേകം പ്രാപിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശുവിൽ വിശ്വസിക്കുമ്പോൾ ഒരു കുടുംബത്തിന് ലഭിക്കുന്ന 5 മണ്ഡലങ്ങളിലുള്ള വിടുതലിനെ കുറിച്ചാണ്. ഒരു വ്യക്തി, അത് ഏത് വിശ്വാസത്തിൽപ്പെട്ടവനായാലും, നിരീശ്വരനാകട്ടെ, ദൈവത്തെ ചെറുപ്പം തൊട്ട് പ്രാർത്ഥിക്കാതെ നടക്കുന്നൊരു വ്യക്തിയാകട്ടെ, ഏതെങ്കിലും മറ്റ് മതങ്ങളിൽ വിശ്വസിക്കുന്നവരാകട്ടെ, പാപിയാകട്ടെ, വിശുദ്ധനാകട്ടെ, ആരും ആകട്ടെ, കുട്ടിയാകട്ടെ, മുതിർന്നവനാകട്ടെ, തൻ്റെ ജീവിതകാലത്ത് യേശുവിനെ കുറിച്ച് കേട്ട്, യേശുവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, അങ്ങയെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നത് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ആ വിശ്വാസം അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ
5 മണ്ഡലങ്ങളിൽ നിന്ന് അത്ഭുതകരമായ വിടുതൽ കർത്താവ് ആ ദൈവ പൈതലിന് നൽകും. ഒന്നാമത്തെ മണ്ഡലമാണ് ആ വ്യക്തിയുടെ പാപത്തിൻ്റെ മണ്ഡലങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിക്കും. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 24-ാം തിരുലിഖിതം, 1 Peter chapter 2 verse 24, അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. അവൻ നമ്മുടെ പാപങ്ങൾ അവൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. ഇത് ഒരു വ്യക്തി തൻ്റെ ജീവിതകാലത്ത് കേട്ട് ക്രൂശിതനായ യേശുവെ നോക്കി, എൻ്റെ യേശുവേ, അങ്ങ് എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തു. അങ്ങയുടെ കുരിശ് മരണത്താൽ എൻ്റെ സർവ്വ പാപങ്ങളിൽ എനിക്ക് വിടുതൽ വേണം, എനിക്ക് പാപമോചനം വേണം. അനുദപിച്ച് യേശുവിനെ ഹൃദയം കൊണ്ട് ആരാധിച്ച് കുമ്പസാരക്കൂട്ടിലേക്ക് ചെന്ന് അല്ലെങ്കിൽ മാമോദിസ സ്വീകരിച്ച് പാപമോചനത്തിന് വേണ്ടി ഹൃദയം തുറന്നാൽ ആ വ്യക്തിയുടെ സർവ്വ പാപങ്ങളും ഈ ലോകത്തിൽ നിന്നും വരാനിരിക്കുന്ന ലോകത്തിൽ നിന്നും എന്നേക്കുമായി മായ്ക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കൊളോസ്യസ് ലേഖനം 2-ാം അധ്യായം 13-ാം തിരുലിഖിതം ഈ ഒരു കാര്യം ദൈവമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. കൊളോസ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 13, നാം പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം സ്വീകരിക്കാത്തവരുമായിരുന്നു. എന്നാൽ ദൈവം നമ്മെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമ്മുടെ ഏതെങ്കിലും കുറേ പാപങ്ങൾ എന്നുള്ളതല്ല, ചില പാപങ്ങൾ എന്നുള്ളതല്ല, നമ്മുടെ സർവ്വ പാപങ്ങളും യേശുവിൻ്റെ കുരിശു മരണത്തിൻ്റെ യോഗ്യതയാൽ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഞാനത് മനസ്സിലാക്കി മാമോദിസ സ്വീകരിച്ചവരാണെങ്കിൽ കുമ്പസാരം സ്വീകരിച്ച് പാപമോചനത്തിന് വേണ്ടി അധ്വാനിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ കുരിശു മരണത്തിൻ്റെ യോഗ്യതയാൽ സർവ്വ പാപങ്ങൾക്കും സമ്പൂർണമായ പാപക്ഷമ ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന 2ാമത്തെ വിടുതലാണ് രോഗകാര്യങ്ങളിലുള്ള വിടുതൽ. രോഗത്തിൻ്റെ മേൽ അധികാരമുള്ള നാമമാണ് യേശു എന്ന നാമം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം തിരുലിഖിതം, അവൻ നമ്മുടെ രോഗങ്ങൾ വഹിക്കുകയും ബലഹീനതകൾ ഏറ്റെടുക്കുകയും ചെയ്തുവെന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ വലിയൊരു പ്രവചനമാണ് യേശയ്യായുടെ പ്രവചനം. യേശയ്യ യേശുവിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ രോഗങ്ങൾ ഏറ്റെടുക്കുന്നവനാണ്, അവൻ ബലഹീനതകൾ ഏറ്റെടുക്കുന്നവനാണ്. മദ്യപാനം എന്ന ബലഹീനതയുണ്ടോ? സ്വയംഭോഗം എന്ന ബലഹീനതയുണ്ടോ? നുണ പറയുന്ന ബലഹീനതയുണ്ടോ? പെട്ടെന്ന് കോപം വരുന്ന എന്താണോ ഒരു മനുഷ്യൻ്റെ ബലഹീനത, എന്താണോ രോഗം, അത് പക്ഷേ ഹാർട്ടിൻ്റെ രോഗമായിരിക്കാം, ക്യാൻസർ ആയിരിക്കാം, എന്തുമാകട്ടെ, അവൻ രോഗങ്ങൾ ഏറ്റെടുക്കുന്നവനാണ്, അവൻ ബലഹീനതകൾ ഏറ്റെടുക്കുന്നവനാണ്. ഇത് കേൾക്കുന്ന ദൈവ പൈതലേ, നീ യേശുവിൽ വിശ്വസിച്ച് ഇന്ന് തന്നെ കുരിശുമരത്തിൻ്റെ ചുവട്ടിൽ ക്രൂശനായ യേശുവിൻ്റെ മുമ്പിൽ, ക്രൂശിത രൂപത്തിന് മുമ്പിൽ നിന്ന് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവേ, എൻ്റെ രോഗങ്ങൾ ഏറ്റെടുക്കുന്നവനെ, എൻ്റെ ബലഹീനതകൾ ഏറ്റെടുക്കുന്നവനെ, എൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കുന്നവനെ, എൻ്റെ ഈ രോഗം ഞാനിതാ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ രോഗം വിട്ടുപോകട്ടെ. ഇങ്ങനെ നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയും. യേശുവിൻ്റെ നാമത്തിൽ ബലഹീനത കെട്ടുകൾ അഴിയും. നീ ഒരു പുതിയ മനുഷ്യനായി മാറും. നിനക്കൊരു പുതിയ ഹൃദയം കിട്ടും. നിനക്കൊരു പുതിയ അവസ്ഥയുണ്ടാവും. ഇത് ദൈവവചന പ്രബോധനമാണ്. ഇത് ദൈവവചന വെളിപ്പെടുത്തലാണ്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന 3ാമത്തെ വിടുതലാണ് അവൻ്റെ ജീവിതത്തിലെ സർവ്വ ശാപങ്ങളിൽ നിന്ന് യേശു ക്രിസ്തു അവനെ വിടുവിക്കും. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാം തിരുലിഖിതം, ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 13, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു
കുരിശിൽ കിടക്കുമ്പോൾ ഒരു ശപിക്കപ്പെട്ട വ്യക്തിയെ പോലെയാണ് കുരിശിൽ കിടക്കുന്നത്. കാരണം മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്താണ് യേശു ഇങ്ങനെ ശപിക്കപ്പെട്ടവനെ പോലെ കുരിശിൽ കിടക്കാൻ കാരണം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ശാപങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ മുഴുവൻ ശാപങ്ങളും യേശു തൻ്റെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തതുപോലെ തന്നെയുള്ള വലിയൊരു യാഥാർത്ഥ്യമാണ് എൻ്റെ മുഴുവൻ ശാപങ്ങളും എൻ്റെ യേശു ഏറ്റെടുത്തു. എൻ്റെ രോഗങ്ങൾ എൻ്റെ യേശു ഏറ്റെടുത്തു. ഇത് ഞാനും നിങ്ങൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നമ്മെ ശാപത്തിൽ നിന്ന് രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തി യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന 4ാമത്തെ വിടുതലാണ് മരണത്തിൽ നിന്നുള്ള വിടുതൽ. ശരീരത്തിൻ്റെ മരണമുണ്ട്, ആത്മാവിൻ്റെ മരണമുണ്ട്, നിത്യമായ മരണമുണ്ട്. നമ്മുടെ നിത്യജീവൻ നഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ മരണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാരക പാപം കയറി വന്ന് ആ വ്യക്തി മാരക പാപത്തിന് അടിമയായി തന്നെ പിശാചിന് വിട്ടുകൊടുത്താൽ ആ വ്യക്തിയുടെ നിത്യത എന്നേക്കുമായി നിത്യ നരകത്തിലേക്ക് നീക്കപ്പെടും. സ്വർഗത്തിലെ പൗരത്വം ഇല്ലാതാകും. പ്രിയപ്പെട്ട ദൈവവൈതലേ, വേറൊരു വാക്കി പറഞ്ഞാൽ ആ വ്യക്തി ആത്മീയമായി മരിച്ചു. എന്നാൽ തൻ്റെ ജീവിതകാലത്ത് കർത്താവ് യേശുവിനെ കുറിച്ച് കേട്ട്, യേശുവേ എൻ്റെ മുഴുവൻ പാപങ്ങളും ഞാനിതാ സമർപ്പിക്കുന്നു, അങ്ങേ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ആ യേശുവിനെ സ്വീകരിക്കുകയും തൻ്റെ പാപവഴികളെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിലേക്ക് ഹൃദയം സമർപ്പിക്കുകയും ചെയ്താൽ മാമോദീസയിലൂടെയും വിശുദ്ധ കൂദാശകളിലൂടെയും പ്രിയപ്പെട്ട ദൈവമക്കളെ, മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് ഒരു പ്രവേശനമുണ്ട്. ഇത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ തിരുലിഖിതം ഇതെല്ലാം മക്കൾ ഹൃദയത്തിൽ ബോധ്യത്തോടെ കുറിച്ചിടണം. ജോൺ ചാപ്റ്റർ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. പ്രിയപ്പെട്ട ദൈവവൈതലേ, ഇന്ന് നീ വചനം കേട്ട് യേശുവിനെ സ്വീകരിച്ചാൽ, ഇന്ന് നിൻ്റെ കുടുംബത്തിലിരുന്ന് യേശുവേ എനിക്ക് അങ്ങേ വേണം, ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു, എൻ്റെ പാപങ്ങൾ ഞാനിത് ഉപേക്ഷിക്കുന്നു, എൻ്റെ ഹൃദയം ഞാൻ അങ്ങേക്ക് തരുന്നു, ഇത് നിൻ്റെ ഹൃദയം ഒന്ന് തുറന്ന് നീ യേശുവിനെ സ്വീകരിക്കുകയും വെൽക്കം ചെയ്യുകയും നിൻ്റെ പാപത്തോട് വിട പറയുകയും നീ നിൻ്റെ പാപത്തെക്കുറിച്ച് അനുദപിക്കുകയും നീ കർത്താവിലേക്ക് നീങ്ങുകയും ചെയ്താൽ നിൻ്റെ ദൈവമായ കർത്താവ് ഒരു ഉറപ്പ് യോഹന്നാൻ്റെ സുവിശേഷം 1:12 നൽകുന്നുണ്ട്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം എല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. പ്രിയപ്പെട്ട ദൈവവൈതലേ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവവൈതലിന് ലഭിക്കുന്ന 5ാമത്തെ വിടുതലാണ് വേദനയിൽ നിന്നുള്ള വിടുതൽ, തകർച്ചയിൽ നിന്നുള്ള വിടുതൽ. അവൻ നമ്മുടെ രോഗങ്ങളും പാപങ്ങളും മരണവും ബലഹീനത ഏറ്റെടുക്കുക മാത്രമല്ല, പാപത്തിൻ്റെ പരിണത ഫലമായി ജീവിതത്തിലേക്ക് വരുന്ന തകർച്ച, അധപതനങ്ങൾ, കണ്ണുനീര്, ഭാരങ്ങൾ, വേദനകൾ അവൻ ഏറ്റെടുക്കുന്നവനാണ്. യേശു എൻ്റെ വേദന ഏറ്റെടുത്തു. അവൻ്റെ ശരീരത്തിൽ വേദനകൾ അവൻ നിറഞ്ഞു, അവൻ്റെ മനസ്സിൽ വേദനയാൽ അവൻ നിറഞ്ഞു, അവൻ്റെ ആത്മാവിൽ വേദനയാൽ അവൻ നിറഞ്ഞു. അവൻ വേദനയിൽ നിറഞ്ഞ് അവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. ഈ നിമിഷം പ്രിയ മക്കളെ, എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും, നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും, ഒരുപക്ഷെ അങ്ങേറ്റം തകർന്ന് തരിപ്പണമായൊരവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ ഒരിക്കൽ പോലും പള്ളിയിൽ പോകാത്ത ഒരു വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ ജീവിതത്തിൽ ഒരുപാട് നാളുകളായി കൂദാശകളും കുമ്പസാരങ്ങളും പ്രാർത്ഥനകളും ഉപേക്ഷിച്ചൊരു വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ ആദ്യമായി യേശുവിനെ കേൾക്കുന്നൊരു വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ യുവാവായിരിക്കാം, ഒരു കുട്ടിയായിരിക്കാം, ഒരു പ്രായമായ വ്യക്തിയായിരിക്കാം, മരണാസനായിരിക്കാം, രോഗിയായിരിക്കാം, ആരോഗ്യമുള്ളവനായിരിക്കാം. നിന്റെ ഹൃദയം യേശുക്രിസ്തുവിന് വേണ്ടി തുറക്കാൻ ഇതാ പിതാവായി ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് തൊട്ട് വിളിക്കുന്ന സമയമാണിത്. 2 കരങ്ങൾ കൂപ്പി പിടിക്കുക. ക്രൂശിതനായ യേശുവിനെ കാണുക. ക്രൂശിതനായ യേശുവിനെ കുരിശിലൂടെലേക്ക് നീങ്ങി നിൽക്കുക. യേശുവേ, എനിക്ക് അങ്ങയുടെ രക്ഷ വേണം. എൻ്റെ ദൈവം, എൻ്റെ പിതാവ് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ അവിടുത്തെ ഏകജാതൻ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്? എൻ്റെ ദൈവം ഏകജാതനെ നൽകി, എൻ്റെ ഈശോ പരിഹാര ബലിയായി.
എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എൻ്റെ ഈശോ പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറിൽ പാപിയെ പോലെ പിടഞ്ഞവനെ, ദൈവ സ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറിൽ പാപിയെ പോലെ പിടഞ്ഞവനെ, ദൈവ സ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എൻ്റെ ഈശോ പരിഹാര ബലിയായി. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ സമയം കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയം നുറുങ്ങി നിലവിളിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനേ, എൻ്റെ രക്ഷിതാവേ, എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തവനേ, എൻ്റെ ശാപങ്ങൾ ഏറ്റെടുത്തവനേ, എൻ്റെ രോഗങ്ങൾ ഏറ്റെടുത്തവനേ, എൻ്റെ മരണം ഏറ്റെടുത്തവനേ, എൻ്റെ പാപങ്ങളിൽ നിന്ന് പരിപൂർണ വിശുദ്ധി നൽകാൻ വേണ്ടി എനിക്ക് വേണ്ടി രക്തം ചിന്തി കുരിശിൽ മരിച്ചവനെ കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 എനിക്ക് വേണ്ടി രക്തം ചിന്തിയവനെ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം പേടിയാ. നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം പേടിയാ. ദ്രോഹം പൊറുത്തതും കേണു പ്രാർത്ഥിച്ചതും ഞാൻ അനുതാപിയ തീരാ. ദ്രോഹം പൊറുത്തതും കേണു പ്രാർത്ഥിച്ചതും ഞാൻ അനുതാപിയ തീരാ. എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എൻ്റെ ഈശോ പരിഹാര ബലിയായി. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ എല്ലാ മക്കളും കർത്താവിന് മുമ്പിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ ജീവിതം ഒരിക്കൽ പോലും സമാധാനം ലഭിക്കാത്ത ഹൃദയങ്ങൾ, ഒരിക്കൽ പോലും സന്തോഷം എന്തെന്ന് അറിയാതെ മരുഭൂമി പോലെയുള്ള അവസ്ഥയിലൂടെ, ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ ഇതാ കർത്താവ് ഈ സമയം സ്പർശിക്കുകയാണ്. ഇതാ അനേക ഹൃദയങ്ങളെ കർത്താവ് രൂപാന്തരപ്പെടുന്ന സമയമാണ്. തൻ്റെ ആത്മാവിനാൽ നിത്യജീവനിലേക്ക് നയിക്കുന്ന അത്ഭുതമായ ഇടപെടൽ കർത്താവ് നൽകുന്ന നിമിഷമാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി എത്ര ഉറക്കെ യേശുവിനെ വിളിക്കാമോ, എത്ര ഉറക്കെ യേശുവിനെ വിളിക്കാമോ, എത്ര ഹൃദയപൂർവ്വം യേശുവിനെ വിളിക്കാമോ, എത്ര സ്നേഹത്തോടെ യേശുവിനെ വിളിക്കാമോ, അത്രയും ദാഹത്തോടെ, അത്രയും സ്നേഹത്തോടെ കരഞ്ഞ് ഉറക്കെ നിലവിളിക്കുന്നു. യേശുവേ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ യേശുവേ യേശുവേ. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം തിരുലിഖിതം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആക്ട്സ് ചാപ്റ്റർ 16 verse 31. Believe in the Lord Jesus, you will be saved, you and your family. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഈ ആരാധനയുടെ സമയത്ത് മുട്ടുകുത്തി നിന്ന് എത്ര ഉറക്കെ യേശുവിനെ ഏറ്റു പറയാമോ അത്ര ഉറക്കെ യേശുവിനെ ഏറ്റു പറഞ്ഞ് എല്ലാ മക്കളും എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ ഞങ്ങൾക്കു